ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിസിനസ് പ്ലാനും കൊണ്ടാണ്. എന്തിനാണ് ഈ പ്ലാൻ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബിസിനസ് പ്ലാനാണ്. ഏതൊരു സാധാരണക്കാരനെയും സംരംഭകൻ ആക്കുക എന്നതാണ് ഈ പ്ലാനിന്റെയും ഈ ബിസിനസിന്റെയും ഉദ്ദേശം. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സംരംഭകനാകാൻ താല്പര്യമുള്ളവരിലേക്ക്, മുതൽ മുടക്കില്ലാത്ത ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. വെൽക്കം ടു ദി ഫിജിറ്റൽ വേൾഡ്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഫിജിറ്റൽ എന്ന വേർഡ് കേൾക്കുന്നത്, അല്ലേ? ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ, അതാണ് ഫിജിറ്റൽ. അതായത് ഫിസിക്കൽ ആയും ഡിജിറ്റലായും ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് fijikartt.com. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദി ഫിജിറ്റൽ വേൾഡ്. ടെക്നോളജി ചേഞ്ചസ്, കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഒരു സാധാരണ ലാൻഡ് ഫോണിൽ നിന്നും ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്കുള്ള മാറ്റവും, അതുപോലെ ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും വെർച്വൽ മാളിലേക്കും ഹൈപ്പർ മാർക്കറ്റിലേക്കും ഉള്ള മാറ്റങ്ങളാണ് ഈ പിക്ചറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോട്ട് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് ദി സ്ട്രോങ്ങസ്റ്റ് ഓർ ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഹൂ വിൽ സർവൈവ്, ബട്ട് ദോസ് ഹൂ ക്യാൻ ബെസ്റ്റ് മാനേജ് ചേഞ്ച്. അതായത് ലോകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ളവരോ അല്ല വിജയിക്കുന്നത്, പകരം മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. വേൾഡ്സ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് 4 ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രികളെ യോജിപ്പിച്ചുകൊണ്ട് ചെയ്തു വരുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ കൺസെപ്റ്റാണ് നമ്മുടെ fijikartt.com. ഫസ്റ്റ് വൺ, ഇ കൊമേഴ്സ്. ഓൺലൈൻ ആയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ഇ കൊമേഴ്സ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഡയറക്റ്റ് സെല്ലിംഗ്, ഡയറക്റ്റ് ആയി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തിക്കുന്ന ഒരു രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അതായത് ഡയറക്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. തേർഡ് വൺ, റെഫറൽ മാർക്കറ്റിംഗ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് റെഫറൽ മാർക്കറ്റിംഗ്. നമ്മൾ നല്ലൊരു സിനിമ കണ്ടാൽ അത് ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അതും മറ്റുള്ളവരോട് പറയാറുണ്ട്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നവർ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് വരുമാനം നേടാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ മറ്റുള്ള ആളുകളിലേക്ക് റെഫർ ചെയ്ത് വരുമാനം നേടുന്നതിനാൽ റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ഇന്ന് 120ഓളം യൂണിവേഴ്സിറ്റികളിൽ പഠന വിഷയമാണ് റെഫറൽ മാർക്കറ്റിംഗ്. ഫോർത്ത് വൺ, വെൽനസ്. വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് വെൽനസ്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ലഭ്യമല്ലാത്ത പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് തുടങ്ങിയവ ലഭിക്കുന്നതിന് വെൽനസ് ഉൽപ്പന്നങ്ങൾ സഹായിക്കുന്നു. കൊറോണയ്ക്ക് ശേഷം കൂടുതലായി കണ്ടുവരുന്ന പ്രതിരോധശേഷിക്കുറവ് പരിഹരിക്കുന്നതിന് വെൽനസ് പ്രൊഡക്ട്സ് വളരെയധികം ഉപയോഗിച്ചു വരുന്നു. വെൽനസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം നമ്മുടെ ഫിജിക്കാർട്ടിലുണ്ട്. ഇ കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ. ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇ കൊമേഴ്സ് വ്യാപാരത്തിൻ്റെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2009 $390 കോടി വരുമാനമാണ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആയിരുന്നത്. 2016 ഇത് 3800 കോടി ഡോളറായി വർദ്ധിച്ചു. 2026 ഇത് 20,000 കോടി ഡോളറായി ഉയരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ബൂമിംഗ്. ലോകത്തിലെ ചില രാജ്യങ്ങളിലെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലെ ടേൺ ഓവർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. USA, ചൈന, ജപ്പാൻ, കൊറിയ, ബ്രസീൽ, ജർമ്മനി, മെക്സിക്കോ, ഫ്രാൻസ്, മലേഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിതിൽ USA ഒന്ന് എടുത്തു നോക്കാം. 33 കോടി ജനങ്ങൾ ഉള്ള ഈ രാജ്യത്ത് 3,37,810 കോടിയുടെ ബിസിനസ് ആണ് നടന്നിട്ടുള്ളത്. ഇനി താഴെ വെറും 3 കോടി ജനങ്ങൾ ഉള്ള മലേഷ്യയിൽ പോലും 30,550 കോടിയുടെ ബിസിനസ് നടക്കുമ്പോൾ 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വെറും 19,000 കോടിയുടെ കച്ചവടം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് ഉറങ്ങിക്കിടക്കുന്ന ഭീമൻ എന്നാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. 2026 ആകുമ്പോഴേക്കും 64,500 കോടിയുടെ
ടേൺ ഓവർ ആണ് ഇന്ത്യയിൽ ഉണ്ടാവുക എന്നാണ് ഫിക്കി, KPMG എന്നീ സംഘടനകളുടെ പഠനം വ്യക്തമാക്കുന്നത്. ഇന്ന് 58 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നു. അതിൽ 53% സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗ എ സിലബസ് അറ്റ് +2 തലം മുതൽ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. 120ഓളം യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നു. അവയിൽ ചില യൂണിവേഴ്സിറ്റികളാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അണ്ണാ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയവ. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് എന്നിവ ഇവിടെ കാണാവുന്നതാണ്. ഗൈഡ് ലൈൻസ് ഓൺ ഡയറക്റ്റ് സെല്ലിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഗൈഡ് ലൈൻസ് ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഇറക്കിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ പാലിച്ചാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. എന്നാൽ 2021 ഡിസംബർ 28 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഇതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് റിപ്പോർട്ട്സ്. നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് വന്ന ന്യൂസ് റിപ്പോർട്ടുകൾ ആണിത്. അതിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത ന്യൂസ് ഇങ്ങനെയാണ്: ബോബി ചെമ്മണ്ണൂർ ടു ലീഡ് ഫിജിക്കാർട്ട് ടു ഇന്ത്യ, ഇൻവെസ്റ്റ് 100 crore ഇൻ ഇന്ത്യ. 100 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഫിജിക്കാർട്ട് ഇന്ത്യൻ ലോഞ്ച്. ഫിജിക്കാർട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ ആണിത്. 2018 ജൂലൈ 8 അങ്കമാലി അഡലസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ലോഞ്ചിങ് സെറിമണി നടന്നത്. ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഭക്ഷ്യസുരക്ഷാ മന്ത്രി P. തിലോത്തമൻ സാർ ആണ്. കൂടെ നമ്മുടെ മാനേജ്മെൻറ്റിനെയും ചീഫ് ഗസ്റ്റ് ആയി വന്ന ആക്ട്രസ് തമന്ന ഭാട്ടിയയെയും കാണാവുന്നതാണ്. ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്. ദുബായിൽ വെച്ച് നടന്ന ഒഫീഷ്യൽ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ ആണിത്. ന്യൂട്രിചാർജ് എന്ന പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്തുള്ളതാണിത്. ടെന്നീസ് താരം സാനിയ മിർസ ആണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. നമ്മുടെ കമ്പനിയുടെ ചെയർമാനെയും കാണാവുന്നതാണ്. മാനേജ്മെൻറ്റ്. നാം ഏതൊരു കമ്പനിയിലേക്കും കടന്നു വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഓണറായ ബോച്ചെ എന്ന് വിളിപ്പേരുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ആണ് നമ്മുടെ കമ്പനി റൺ ചെയ്യിക്കുന്നത്. ഈ ഒരു വ്യക്തിത്വം മറ്റു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ നിന്ന് ഫിജിക്കാർട്ടിനെ വേർതിരിച്ച് നിർത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ ആയി റൺ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് ജുവല്ലറി ഔട്ട്ലെറ്റ്സ്, NBFC ബ്രാഞ്ചസ്, ബോബി ബസാർ, ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിധി ലിമിറ്റഡ്, മൈക്രോ ഫിനാൻസ്, ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് തുടങ്ങിയവ. വിഷൻ ആൻഡ് മിഷൻ. ഏതൊരു സാധാരണക്കാരനെയും ഇ-കൊമേഴ്സ് രംഗത്ത് കൊണ്ടുവന്ന് മികച്ച ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകുകയും അതോടൊപ്പം നല്ലൊരു വരുമാനം നൽകിക്കൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതോടൊപ്പം ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ നമ്പർ 1 ആവുക എന്നതാണ് കമ്പനിയുടെ വിഷനും മിഷനും. അവർ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ കമ്പനിയുടെ ഒരുപാട് കെട്ടിടങ്ങളും വാഹനങ്ങളുമാണ് ഇവിടെ കാണാം. ആദ്യമായി കാണുന്നത് തൃശ്ശൂർ പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം 37,000 സ്ക്വയർ ഫീറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സാണ്. തട്ടപ്പുറത്ത് കമ്പനിയുടെ പ്രൊഡക്റ്റ് സ്റ്റോറേജ് യൂണിറ്റ്, അതായത് ലോജിസ്റ്റിക് ഡിവിഷൻ്റെ ഫോട്ടോ. തൊട്ട് താഴെ തിരുപ്പൂരുള്ള ഗാർമെൻറ്റ്സ് ഫാക്ടറിയും തൊട്ടടുത്ത് ഈസ്റ്റ് പോർട്ടിലുള്ള കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഫീസും താഴെ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിനുള്ള ലോജിസ്റ്റിക് വെഹിക്കിൾസും കാണാം. ഫിജി സ്റ്റോഴ്സ്. നമ്മുടെ കമ്പനിയിൽ നിന്നും ഫിസിക്കൽ ആയി പ്രൊഡക്ട്സ് വാങ്ങുന്നതിനായി തുടങ്ങിയിട്ടുള്ള സ്റ്റോറുകളുടെ പിക്ചർ ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കമ്പനിക്ക് 70-ൽ അധികം സ്റ്റോറുകൾ ഉണ്ട്. ഫിജി ബ്രാൻഡ്സ്. നമ്മുടെ കമ്പനിയുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആര്യസൂക്ത. ആര്യസൂക്തയിൽ വരുന്നത് വെൽനസ് പ്രൊഡക്ട്സ്, സോപ്പ്, പേസ്റ്റ്, കോസ്മെറ്റിക് ഐറ്റംസ് തുടങ്ങിയവയാണ്. ഫിജി ഗ്രീൻ. ഫിജി ഗ്രീനിൽ വരുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ആയിട്ടുള്ള പലചരക്ക് ആണ്. ഡേ എന്ന് പറയുന്നത് ലെതർ ഐറ്റംസ് ആണ്. ബോബീസ്. ബോബീസിൽ എന്നതിൽ വരുന്നത് മസാല ഐറ്റംസ് ആണ്. ലിവയർ എന്നതിൽ പാത്രങ്ങളുടെ ശേഖരമാണ് ഉള്ളത്. ടിവോണ പെയിൻറ്റ്സ്. പെയിൻറ്റ് ഉൽപ്പന്നങ്ങളാണ് ഇതിൽ വരുന്നത്. പോപ്പുലർ ബ്രാൻഡ്സ്.
ഫിജിക്കാർട്ടിൻ്റെ സ്വന്തം പ്രൊഡക്ട്സ് കൂടാതെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പോപ്പുലർ ബ്രാൻഡ്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ കമ്പനിയിൽ ലഭ്യമാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് കേരള സർക്കാരിൻ്റെ മിൽമ നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു എൻ്റർ ദി പ്ലാറ്റ്ഫോം. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഭാഗമാകാം? നമ്മുടെ KYC ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവ നൽകിക്കൊണ്ട് ഈ കമ്പനിയിലേക്ക് കടന്നു വരാവുന്നതാണ്. പ്രൊമോഷൻ. ഫിജിക്കാർട്ട് എന്ന കൺസെപ്റ്റിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ആയും ഫിസിക്കൽ ആയും പ്രൊമോഷൻ ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ പ്രൊമോഷൻ എന്നാൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് കിട്ടുന്നു. അത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്ത് കൊണ്ട് പ്രൊമോട്ട് ചെയ്യാം. ഫിസിക്കൽ എന്നാൽ ഡയറക്റ്റായി ഫ്രണ്ട്സിനോടോ റിലേറ്റീവിനോടോ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ട്രേഡ് വിത്ത് ടെക്നോളജി. ഇവിടെ ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്റ്റ് സെല്ലിങ്ങും ഇ-കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരുപാട് ഇടനിലക്കാർ വഴിയാണ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നത്. എന്നാൽ ഇ-കൊമേഴ്സ് മേഖലയിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയാണ് പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ലഭിക്കുന്നു. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ മാനുഫാക്ചറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി ഫിജിക്കാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുമ്പോൾ കമ്പനിയുടെ പാർട്ട്നേഴ്സിന് കമ്പനിയുടെ ലാഭവിഹിതം കിട്ടുന്നത്. അടുത്തതായി നമുക്ക് കാണാം ഈ കമ്പനിയുടെ മോസ്റ്റ് അട്രാക്റ്റഡ് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണ്. കമ്പനി നമുക്ക് 6 തരത്തിലുള്ള വരുമാനമാണ് നൽകുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മുടെ കമ്പനിയിൽ കസ്റ്റമർ ആയിട്ടും പ്രിവിലേജ് കസ്റ്റമർ ആയിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ പാർട്ണർ സ്റ്റോർ എടുത്തുകൊണ്ടാണ് ഇതിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ, അതായത് ലൈഫിൽ ഒരു തവണ 100 സെയിൽസ് വോളിയം വരുന്ന കുറച്ച് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നതെങ്കിൽ അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു. നമുക്ക് ലഭിക്കുന്ന റെപ്ലിക്കേറ്റഡ് ലിങ്ക് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാൻ സാധിക്കും. ആ ലിങ്ക് വഴി ആര് എന്ത് സാധനം വാങ്ങിയാലും അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. നമുക്ക് കിട്ടിയ പാർട്ട്ണർ സ്റ്റോറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. ഒരു ലെഫ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടും റൈറ്റ് ഓർഗനൈസേഷൻ ആയിട്ടും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിനോടും ബന്ധുക്കളോടും ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തുമ്പോൾ അവരും 100 സെയിൽസ് വോളിയത്തിൻ്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് കടന്നു വരിക. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ ഒരു സെയിൽസ് വോളിയം, റൈറ്റ് ഓർഗനൈസേഷനിൽ ഒരു സെയിൽസ് വോളിയം മാച്ച് ആകുമ്പോൾ കമ്പനി നമുക്ക് 20 രൂപയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കച്ചവടം നടക്കുന്നതിനനുസരിച്ച് 100 സെയിൽസ് വോളിയം മാച്ച് ആകുമ്പോൾ 2000 രൂപയും 500 സെയിൽസ് വോളിയം മാച്ച് ആകുമ്പോൾ 10000 രൂപയും കമ്പനി ക്രെഡിറ്റ് ചെയ്തു തരുന്നു. ഇത് ഒരു ബിസിനസ് ആയതിനാൽ എല്ലാ ദിവസവും ഒരുപോലെ കച്ചവടം നടക്കണമെന്നില്ല. ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ 500 സെയിൽസ് വോളിയത്തിൻ്റെയും റൈറ്റ് ഓർഗനൈസേഷനിൽ 1000 സെയിൽസ് വോളിയവും വരുമ്പോൾ കുറഞ്ഞ സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് 10000 രൂപ ക്രെഡിറ്റ് ചെയ്യുകയും ബാലൻസ് ഉള്ള 500 സെയിൽസ് വോളിയം അടുത്ത ദിവസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ കമ്പനി ഒരു സീലിംഗ് എമൗണ്ട് വച്ചിട്ടുണ്ട്. 1500 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് ഒരു ദിവസം പരമാവധി 30,000 രൂപയാണ് കമ്പനി നൽകുന്നത്. ഒരു ദിവസം 30,000 രൂപ വെച്ച് ഒരു മാസം നോക്കുമ്പോൾ മാസം 9 ലക്ഷം രൂപ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആയി വാങ്ങിയെടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനറേഷൻ ബോണസ്. ജനറേഷൻ ബോണസിന് സീലിംഗ് എമൗണ്ട് ഇല്ല. നമുക്ക് നേരിട്ട് എത്ര സ്റ്റോറുകൾ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ പ്രൊമോഷനിലൂടെ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ജനറേഷനും അവരുടെ പ്രൊമോഷനിലൂടെ വരുന്നത് നമ്മുടെ സെക്കൻഡ് ജനറേഷനും സെക്കൻഡ് പ്രൊമോഷൻകാർ കൊണ്ടുവരുന്നത് നമ്മുടെ 3ാം ജനറേഷനുമാണ്. ഇങ്ങനെ വരുന്ന 9 ജനറേഷൻ വരെയുള്ളവർ അവർക്ക് ആവശ്യമുള്ള എന്ത് ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുമ്പോൾ ആനുവൽ ബിസിനസ് വോളിയത്തിൻ്റെ 20% മുതൽ 50% വരെ മാസ അടിസ്ഥാനത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു തരുന്നു. മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഒരു സാധാരണ ജോലിക്കാരനാണെങ്കിൽ വർഷത്തിൽ ഒരു തവണയാണ് പെർഫോമൻസ് ബോണസ് കിട്ടുന്നത് അല്ലേ? എന്നാൽ നമ്മുടെ കമ്പനിയിൽ എല്ലാ മാസവും കൊടുക്കുന്ന ബോണസ് ആണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്.
അതിന് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന റാങ്കിലെത്തുകയും 300 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് ഒരു 6000 രൂപ വരുമാനം നേടണം എന്നൊരു ചെറിയ ക്രൈറ്റീരിയ മാത്രമാണ് കമ്പനി വച്ചിട്ടുള്ളത്. കൂടാതെ 3ാമത്തെ റാങ്ക് മുതൽ 2 ലക്ഷം രൂപയുടെ ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് 1 രൂപ പോലും പ്രീമിയം വാങ്ങാതെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആനുവൽ പ്രോഫിറ്റ് നമ്മുടെ കമ്പനിയുടെ 11ാമത്തെ റാങ്ക് ആയ സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ, 12ാമത്തെ റാങ്ക് ആയ നാഷണൽ സെയിൽസ് മാനേജർ, 13ാമത്തെ റാങ്ക് ആയ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നിവർക്ക് കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റിൻ്റെ 0.5% മുതൽ 1.5% വരെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കമ്പനി നമുക്ക് പലതരത്തിലുള്ള അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നൽകുന്നുണ്ട്. റൈഡർ ഫണ്ട് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആകുന്ന പാർട്ണർ സ്റ്റോറിന് 50,000 രൂപയുടെ റൈഡർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, 2 സ്റ്റാർ TL. നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തു വരുന്ന ഡിസ്ട്രിബ്യൂട്ടർ മാസത്തിൽ 10,000 രൂപ വരുമാനം നേടണം. ഇങ്ങനെ 2 ഡിസ്ട്രിബ്യൂട്ടർ 10,000 രൂപ വരുമാനം നേടിയാലാണ് റൈഡർ ഫണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്. കാർ ഫണ്ട് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ പോസ്റ്റ് അച്ചീവ് ചെയ്യുന്ന പാർട്ട്ണർക്ക് 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് നൽകുന്നു. ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പ് സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റിൽ എത്തുന്ന മെമ്പർക്ക് ഒരു ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പ് 2 പേർക്ക് പോകാൻ കഴിയുന്നത് ആണ് നൽകുന്നത്. 10 ലക്ഷം രൂപയുടെ വൗച്ചർ ആണ് നൽകുക. ക്യാഷ് ആയി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് തരുന്നതല്ല, നമ്മൾ പോയി തന്നെ എൻജോയ് ചെയ്യണം. പ്രീമിയം കാർ ഫണ്ട് നാഷണൽ സെയിൽസ് മാനേജർ പോസ്റ്റിൽ എത്തുന്ന മെമ്പർക്ക് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട് നൽകുന്നു. ഹാപ്പി ഹോം ഫണ്ട് നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകുന്ന മെമ്പർക്ക്, അതായത് കമ്പനിയുടെ 13ാമത്തെ റാങ്ക് എത്തുന്ന മെമ്പർക്ക് 1 കോടി രൂപയുടെ ഹാപ്പി ഹോം ഫണ്ട് നൽകുന്നു. റാങ്ക്സ് നമ്മുടെ കമ്പനിയുടെ 13 റാങ്കുകളും അവയ്ക്കുള്ള ക്രൈറ്റീരിയകളുമാണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഫിജിറ്റൽ അക്കാദമി ആദ്യം മനസ്സിലാക്കുക, പഠിക്കുക, പറയാൻ പഠിക്കുക, മറ്റുള്ളവരോട് പറയുക. ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഫ്രീ ആയി കമ്പനി നൽകുന്നുണ്ട്. അതിനെയാണ് ഫിജിറ്റൽ അക്കാദമി എന്ന് വിളിക്കുന്നത്. ഇതിലൂടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയവ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഏതൊരു സാധാരണക്കാരനും ഇതിലൂടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് തുടങ്ങിയവയുടെ അഡ്രസ്സുകളാണ്. ഇതാണ് നമ്മുടെ കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ. നിങ്ങളെ എല്ലാവരെയും ഫിജിക്കാറ്റ് ബിസിനസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.